വിഷയത്തിൽ നമ്മെ അഭിസംബോധന ചെയ്തതിനു വേണ്ടി എം അക്ബർ സാഹിബിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സബാഹിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ലിംഗസമത്വം, ഇസ്ലാമിക ദർശനം എന്ന വിഷയമാണ്. ലിംഗസമത്വം, രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നുണ്ടായതാണ്. ലിംഗം, സമത്വം. ലിംഗം നമുക്കറിയാവുന്നതുപോലെ ജീവികളിൽ എല്ലാം, നാം കാണുന്ന പൊതുജീവികളിലെല്ലാം നിലനിൽക്കുന്ന ഒന്നാണ്. അഥവാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവികൾ ജീവശാസ്ത്രകാരന്മാർ സസ്തനികൾ എന്ന് വിളിച്ച്, മാമ്മൽസ് എന്ന് വിളിച്ച് തരംതിരിക്കുന്ന ജീവികളാണ് പൊതുവായുള്ളത്. 6495 സസ്തനി വർഗങ്ങളുണ്ട്, മാമ്മൽ സ്പീഷീസ് ഉണ്ട് എന്നാണ് കണക്ക്. മാമ്മൽസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മുല കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ്. ജൈവലോകത്ത് ലൈംഗികമല്ലാതെ പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളുണ്ട്. പക്ഷേ മാമ്മൽസിലില്ല. മാമ്മൽസിൽ, സസ്തനികളിൽ പുരുഷനും സ്ത്രീയും ശാരീരികമായി ബന്ധപ്പെടുകയും പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും യോജിച്ച് ചേരുകയും അങ്ങനെ യോജിച്ച സിക്താണ്ഡത്തിൽ നിന്ന് വളർന്ന് കുഞ്ഞുണ്ടാവുകയും കുഞ്ഞിനെ പ്രസവിച്ച് മാതാവ് പാല് കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. ഇങ്ങനെ പാല് കൊടുത്ത് കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്ന ജീവിയെ നമ്മൾ സ്ത്രീ എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ അങ്ങനെ വളർത്താത്ത, പാല് കൊടുക്കുവാൻ ആവശ്യമായ, ഗർഭധാരണത്തിനാവശ്യമായ, പ്രസവിക്കാൻ ആവശ്യമായ അനുകൂലനങ്ങളൊന്നും ഇല്ലാത്ത ജീവിയെ പുരുഷൻ എന്ന് വിളിക്കുന്നു. എല്ലാ ജീവവർഗങ്ങളിലും പുരുഷനും സ്ത്രീയുമുണ്ട്. ജീവവർഗങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നത് മാമൽസാണ്, സസ്തനികളാണ്. ആ പുരുഷനും സ്ത്രീയും ഉള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. എല്ലാ ജീവികളും കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് വളർത്തുന്നവയാണ്. മനുഷ്യജീവിയും കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് വളർത്തുന്നതാണ്. എന്നാൽ മറ്റു പല ജീവികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യജീവിയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ
പ്രകടമായ ഒരു വ്യത്യാസമുണ്ട്. അത് മറ്റു നമ്മുടെ ചുറ്റുപാടും കാണുന്ന ജീവികളെല്ലാം പൊതുവെ കുഞ്ഞുങ്ങൾ മുലകുടിപ്രായം കഴിയുന്നതോടുകൂടി സ്വയം പര്യാപ്തരാവുകയും സ്വയം ജീവിക്കുവാൻ പ്രാപ്തമാവുകയും പിതൃബന്ധങ്ങൾ ആവശ്യമില്ലാത്ത വിധം സ്വതന്ത്രരാവുകയും ചെയ്യുന്നു. മനുഷ്യ ശിശുവിൻ്റെ മുലകുടിപ്രായം 2 വയസ്സാണ്. ഈ 2 വയസ്സ് കഴിയുമ്പോൾ മനുഷ്യ ശിശു സ്വയം പര്യാപ്തമാകുന്നില്ല. അതിന് സ്വന്തമായി ജീവിക്കാൻ കഴിയില്ല. അതിന് മാതാക്കളുടെ സവിശേഷമായും പിതാക്കളുടെ പൊതുവായുമുള്ള കൃത്യമായ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് നൽകാൻ കഴിയുന്ന രൂപത്തിലാണ് മനുഷ്യൻ എന്ന ജീവവർഗം തന്നെ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റു ജീവികൾക്കൊന്നും അവയുടെ കുഞ്ഞുങ്ങളുമായി മുലകുടിപ്രായം കഴിയുന്നതോടു കൂടിയുള്ള ഒരു വൈകാരിക ബന്ധമില്ല. ഒരാടിൻ്റെ മകൻ, ആ മകനിൽ നിന്ന് തന്നെ ഈ ആട് ചിലപ്പോൾ ഗർഭിണിയായേക്കും. ഒരാടിൻ്റെ മുട്ടനാടിൻ്റെ മകൾ, അതിനെ ഗർഭിണിയാക്കാൻ മുട്ടനാടിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മനുഷ്യവർഗം അങ്ങനെയല്ല. കുഞ്ഞുങ്ങളുമായി ബയോളജിക്കലായി വിശദീകരിക്കാൻ കഴിയാത്ത, ജീവശാസ്ത്രപരമായി വിശദീകരിക്കാൻ കഴിയാത്ത ഒരു തരം വൈകാരിക ബന്ധമുണ്ട്. ഈ വൈകാരിക ബന്ധവും മാതാക്കളും പിതാക്കളും അടങ്ങുന്ന ഒരു യൂണിറ്റാണ് കുടുംബം അറിയപ്പെടുന്നത്. മാതാവ്, പിതാവ്, അവരുമായി വൈകാരിക ബന്ധമുള്ള മക്കൾ, ഇവയടങ്ങുന്ന വളരെ സരളമായ ഒരു യൂണിറ്റ് മനുഷ്യവർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാപനം. കുടുംബസ്ഥാപനം മനുഷ്യനിൽ മാത്രമുള്ളതാണ്. ജീവികളിൽ പലതും ഇണകൾ ഒന്നിച്ച് ജീവിക്കാറുണ്ട്, മക്കളോടൊപ്പം ജീവിക്കാറുണ്ട്. പക്ഷേ മനുഷ്യനിൽ കാണുന്നത് പോലെയുള്ള കുടുംബമില്ല. എന്തുകൊണ്ടാണ് മനുഷ്യനിൽ കുടുംബമുണ്ടായത്? ഭൗതികവാദത്തിൻ്റെ തലച്ചോറ് വെച്ചുകൊണ്ട് ഇവിടെ സുബൈർ പീഡിയക്കൽ വിശദീകരിച്ച മനുഷ്യനിൽ മൃഗത്തെ മാത്രം കാണുന്ന ഭൗതികവാദത്തിൻ്റെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ, എന്തുകൊണ്ട് കുടുംബം എന്ന ചോദ്യം, അതിനുത്തരം കാണാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളിൽ ഏറ്റവും ആദ്യത്തേതായിരുന്നു ഹെൻറി മോർഗൻ എന്ന നരവംശാസ്ത്രജ്ഞൻ്റെ പരിശ്രമം. അദ്ദേഹം പറഞ്ഞത് മനുഷ്യർ സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബമുണ്ടാക്കിയത് എന്നാണ്. പുരുഷനാണ് കുടുംബത്തിൻ്റെ നിർമ്മാതാവ് എന്ന്. അദ്ദേഹത്തിൻ്റെ വീക്ഷണപ്രകാരം മനുഷ്യരെല്ലാം മുൻപ് മറ്റു മൃഗങ്ങളെ പോലെയായിരുന്നു. എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകൾക്കും, എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാർക്കും, അങ്ങനെ എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകൾക്കും, എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാർക്കുമാകുന്ന വ്യവസ്ഥിതി. അതിനാണ് പിൽക്കാലഘട്ടത്തിൽ കാൾ മാർക്സും ഏംഗൽസുമെല്ലാം പ്രിമിറ്റീവ് കമ്മ്യൂണിസം, പ്രാകൃത കമ്മ്യൂണിസം എന്ന് വിളിച്ചത്.
അവിടെ സ്വകാര്യ സ്വത്തില്ല. ഇങ്ങനെ എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകൾക്കുമാകുന്ന സമൂഹത്തിൽ സ്വാഭാവികമായും ജീവികളെപ്പോലെ ലൈംഗിക ബന്ധം നടന്നു. ആ ലൈംഗിക ബന്ധത്തിൽ കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങൾ സമൂഹത്തിൻ്റെ, ആ മനുഷ്യ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സമ്പത്തുക്കളായി ആ കുഞ്ഞുങ്ങൾ വളർത്തപ്പെട്ടു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് ആരാണ് മാതാവ് എന്നറിയില്ല. മാതാവ് എന്നറിയുമെങ്കിലും ആരാണ് പിതാവ് എന്നറിയാത്ത കുഞ്ഞുങ്ങൾ. മാതാക്കളുമായി ആ രൂപത്തിലുള്ള പ്രത്യേകമായ ബന്ധങ്ങളൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങൾ. പക്ഷേ കാട്ടിൽ കായ്കനികൾ തിന്നും മൃഗങ്ങളെ വേട്ടയാടിയും ജീവിച്ച മനുഷ്യൻ അവൻ്റെ സാംസ്കാരിക പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാർഷികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായി. ഇക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭൗതികവാദ ചിന്തകന്മാരിൽ ഒരാളായ നോഹ ഹരാരി പറയുന്നത് ഈ ഘട്ടത്തെ അഗ്രികൾച്ചറൽ റവല്യൂഷൻ എന്നാണ്, കാർഷിക വിപ്ലവം. ആ സമയം മുതൽ മനുഷ്യർ സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങി. ആ സ്വന്തമായി കൃഷി ചെയ്യുമ്പോൾ താൻ കൃഷി ചെയ്യുന്ന വളപ്പ് അവൻ വളച്ചു കെട്ടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പാടമുണ്ടായി, എൻ്റെ വയലുണ്ടായി, എൻ്റെ കൃഷിസ്ഥലമുണ്ടായി. അവിടെയായി എൻ്റെ അധ്വാനം. അങ്ങനെ അധ്വാനിച്ചപ്പോൾ അവന് സ്വാഭാവികമായും അവൻ ഉണ്ടാക്കുന്ന കാർഷിക വസ്തുക്കൾ അവന് മാത്രമായി ഉപഭോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. സ്വാഭാവികമാണ്, അവൻ മരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത തലമുറക്കും ഞാനുണ്ടാക്കിയത് ഉണ്ടാകണമെന്ന്, ഞാനുണ്ടാക്കിയത്, ഞാൻ അധ്വാനിച്ചത് എൻ്റെ അടുത്ത തലമുറക്കും ലഭിക്കണമെന്ന് ഉള്ള ആഗ്രഹമുണ്ടായി, സ്വാർത്ഥതയുണ്ടായി. ആ സ്വാർത്ഥതയിൽ നിന്ന് മനുഷ്യൻ സ്വന്തം പെണ്ണിനെ ഉണ്ടാക്കി. സ്വന്തം പെണ്ണിൽ നിന്ന് സ്വന്തം മക്കളുണ്ടായി. ആ സ്വന്തം മക്കൾക്കപ്പോൾ സ്വന്തം കൃഷിസ്ഥലമുണ്ടായി. ചുരുക്കത്തിൽ സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് കുടുംബം. നല്ല വിശദീകരണമാണ്. പക്ഷെ ആണിൻ്റെയും പെണ്ണിൻ്റെയും മനഃശാസ്ത്രമോ ശരീരശാസ്ത്രമോ ഒന്നും അറിയാതെയുള്ള വിശദീകരണമാണെന്ന് മാത്രം. പുരുഷൻ്റെ ശരീരശാസ്ത്രപ്രകാരം അവൻ ഒരിക്കലും നിർമ്മിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു സാധനമാണ് കുടുംബം. അവന് അസൗകര്യങ്ങൾ മാത്രം നൽകുന്നതാണ് കുടുംബം എന്ന് പറഞ്ഞാൽ അതാണ് ശരി. കേവലമായ ശരീരശാസ്ത്രപ്രകാരമാണ് ഞാൻ പറയുന്നത്, ജീവശാസ്ത്രപ്രകാരം. എന്നാൽ കുടുംബം എന്തിനു വേണ്ടിയാണ്? കുടുംബത്തിൻ്റെ ഒന്നാമത്തെ ഉപഭോക്താക്കൾ ആരാണ് എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങണം ഈ അന്വേഷണം. ലിംഗസമത്വവും ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ആരംഭിക്കുന്നത് അവിടെ വെച്ചാണ്. എന്തിനാണ് കുടുംബം? ആരാണ് കുടുംബത്തിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ? കുടുംബത്തിൻ്റെ ഒന്നാമത്തെ ഗുണഭോക്താക്കൾ മക്കളാണ്. മനുഷ്യ മക്കൾക്കൊരു സവിശേഷതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, മുലകുടി പ്രായം കഴിയുന്നത് വരെ പോരാ അവന് മാതാക്കളുടെ പ്രത്യേകിച്ചുള്ള സംരക്ഷണം, പിതാക്കളുടെ പൊതുവായുള്ള സംരക്ഷണം. അവിടെ മാതാക്കൾക്ക് അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയ കുഞ്ഞ്, ആ കുഞ്ഞിന് സ്വയം പര്യാപ്തമാകണമെങ്കിൽ ചുരുങ്ങിയത് കൗമാരമെങ്കിലും എത്തണം, 13-14 വയസ്സെങ്കിലും എത്തണം. അങ്ങനെ എന്തുകൊണ്ടാണ്? അതിനും കാരണമുണ്ട്. മനുഷ്യൻ്റെ തലച്ചോറ് വളരുന്നത് പ്രധാനമായും ജനിച്ചതിന് ശേഷമാണ്. കേവലം 27% തലച്ചോറുമായാണ് മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത്. ബാക്കി ജീവികളെല്ലാം പൊതുവെ 50%-നും 50%-ത്തിലധികവും തലച്ചോറുമായാണ് ജനിക്കുന്നത്. മനുഷ്യക്കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ച ജനിച്ചതിന് ശേഷം നടക്കുന്നു. ആ വളർച്ചയ്ക്ക് വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ ആണ് മനുഷ്യക്കുഞ്ഞിൻ്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതും വ്യക്തിത്വം വളരുന്നതും അതിനനുസരിച്ചുള്ള വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെല്ലാം ഉണ്ടാകുന്നതും. അതുകൊണ്ടാണ് വളർച്ച അതിന് ശേഷമായതുകൊണ്ടാണ് എൻ്റെ മുന്നിലിരിക്കുന്നവരിൽ എൻജിനീയർമാരും ഡോക്ടർമാരും അധ്യാപകരും മറ്റു പലരും ഉണ്ടാകുന്നത്.
അല്ലായിരുന്നുവെങ്കിൽ ജീവികളെപ്പോലെ ഒരേ ആളുകൾ തന്നെയാകുമായിരുന്നു. അവൻ തൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് അറിവ് നേടുന്നു, വ്യക്തിത്വം നേടുന്നു. അവൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും തലച്ചോറിൽ ആവശ്യമായ ആ അടിസ്ഥാനപരമായ സംഗതികൾ തലച്ചോർ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സിനോപ്സുകൾക്കകത്ത് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഈ തലച്ചോറിൻ്റെ വികാസം നടക്കുന്ന ഘട്ടത്തിൽ അവൾക്ക്, ഞാൻ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഉദ്ദേശിച്ചുകൊണ്ട് മൊത്തത്തിൽ അവനെന്ന് പറയട്ടെ, അവന് ആവശ്യമായ വൈകാരിക സംരക്ഷണം ലഭിക്കണം. ആ വൈകാരിക സംരക്ഷണമാണ് അവനിലെ പോസിറ്റീവ് പേഴ്സണാലിറ്റിയെ ഉണ്ടാക്കുക. ചെറുപ്പകാലത്ത് ആ വൈകാരിക സംരക്ഷണം ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഇന്ന് പാരൻറ്റിങ് എന്ന് പറയുക. പാരൻറ്റിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രശാഖയാണെന്ന് പാശ്ചാത്യ ലോകത്തെല്ലാം. ജനിച്ചത് മുതൽ, അല്ല, കുഞ്ഞ് ഗർഭാശയത്തിൽ ഉരുവം കൊള്ളുന്നത് മുതൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ മാതാവും പിതാവും ആ കുഞ്ഞിന് നൽകേണ്ട പരിപാലനത്തെക്കുറിച്ചുള്ള പഠനശാസ്ത്രമാണ് പാരൻറ്റിങ്. ഈ പരിപാലനത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വൈകാരികമായ ആ കുഞ്ഞിനുള്ള സപ്പോർട്ടാണ്. കുഞ്ഞിന് ഈ വൈകാരിക സപ്പോർട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യ കുഞ്ഞ് തീർച്ചയായും നല്ല വ്യക്തിത്വമുള്ളവനായിട്ടല്ല വളരുക. അവൻ ചിലപ്പോൾ സമൂഹത്തിന് തന്നെ ഭീഷണിയായി തീർന്നേക്കും, ചിലപ്പോൾ അപകടകരമായി തീർന്നേക്കും, ചിലപ്പോൾ അവന് തന്നെയും അപകടമുള്ളയാളായി തീർന്നേക്കും. ഇതെല്ലാം പാരൻറ്റിങ് എന്ന ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ സമയത്ത് കുഞ്ഞിന് വൈകാരികമായ എല്ലാവിധ സപ്പോർട്ടും നൽകുവാൻ ആവശ്യമായ ശാരീരിക മാനസിക ഘടനയോടുകൂടി ഉള്ള ഒരു വ്യക്തിത്വമാണ് മനുഷ്യ സ്ത്രീ എന്ന വ്യക്തിത്വം. അതിന് കേവലം മുല കൊടുക്കാനുള്ള കഴിവ് മാത്രമല്ലയുള്ളത്, അതിന് കേവലം ഗർഭം ധരിക്കാനുള്ള കഴിവ് മാത്രമല്ലയുള്ളത്, അതിന് കേവലം പ്രസവിക്കാനുള്ള കഴിവ് മാത്രമല്ലയുള്ളത്. ആ മനുഷ്യനിലെ സ്ത്രീയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളടക്കം കുഞ്ഞിനെ താലോലിക്കുവാനും കുഞ്ഞിന് വൈകാരികമായ സപ്പോർട്ട് നൽകുവാനും കുഞ്ഞിൻ്റെ വ്യക്തിത്വ വളർച്ചയിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇടപെടുവാനുമുള്ള സവിശേഷതയോട് കൂടിയുള്ളതാണ്. ഇതാണ് മനുഷ്യ സ്ത്രീ. അതുകൊണ്ട് തന്നെ 13 വയസ്സ് കാട്ടിലെ മനുഷ്യനിലെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, നാട്ടിലെ മനുഷ്യനെക്കുറിച്ചല്ല. നമ്മൾ വളർന്നതിന് ശേഷം ആയമാരെയും മറ്റുള്ളവരെയും വെച്ചുകൊണ്ട് കുഞ്ഞിനെ വളർത്തുന്ന മനുഷ്യനെക്കുറിച്ചല്ല. കാട്ടിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അഥവാ പഴയ പ്രാകൃത കാലത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യ സ്ത്രീക്ക് കുഞ്ഞിനുള്ള ഭക്ഷണം കൂടി കണ്ടെത്തേണ്ട ഉത്തരവാദിത്തമുണ്ടെങ്കിൽ കുഞ്ഞിനാവശ്യമായ വൈകാരികമായ സപ്പോർട്ട് നൽകാൻ, മറ്റ് രൂപങ്ങളിലുള്ള സപ്പോർട്ട് നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അവിടെ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, കുഞ്ഞിന് വൈകാരികമായ സപ്പോർട്ടുകൾ നൽകുന്ന സമയത്ത്, കുഞ്ഞിൻ്റെ വ്യക്തിത്വ വളർച്ചയ്ക്ക് വേണ്ടി മാതാവ് അടയിരിക്കുന്ന സന്ദർഭത്തിൽ, കുഞ്ഞിനു വേണ്ടി ജീവിതം പൂർണ്ണമായി തന്നെ നൽകുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ മാതാവിനെയും കുഞ്ഞിൻ്റെയും ജീവസന്ധാരണം, ജീവിക്കുവാനുള്ള അവർക്കാവശ്യമായ ഭക്ഷണം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പിതാവ് ഏറ്റെടുക്കേണ്ടതുണ്ട്. കുടുംബമെന്ന സംവിധാനത്തിലാകുമ്പോൾ മാത്രമേ പിതാവ് അത് ഏറ്റെടുക്കുക എന്ന ഉത്തരവാദിത്തം ഉണ്ടാകൂ. ഇല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ഉണ്ടാവില്ല. ആ പിതാവ് ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ ഉത്തരവാദിത്തം. ആ പിതാവ് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും കുഞ്ഞിന് വൈകാരികമായ ശാരീരികമായ സപ്പോർട്ട് നൽകാൻ മാതാവിന് കഴിയാത്ത അവസ്ഥയുണ്ടാകും. പിതാവ് അത് ഏറ്റെടുക്കണമെങ്കിൽ പിതാവിന് കൃത്യമായി കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്ന അവസ്ഥയുണ്ടാകണം. മനുഷ്യ സ്ത്രീയെ നിങ്ങൾ നോക്കുക, മറ്റ് ജീവികളിലെ സ്ത്രീയെ നോക്കുക. പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേരുന്നത് തീർച്ചയായും സെക്സിന് വേണ്ടിയാണ്, ലൈംഗികതയ്ക്ക് വേണ്ടിയാണ്, രതിക്ക് വേണ്ടിയാണ്. അത് തീർച്ചയായും പുരുഷനും സ്ത്രീക്കും ആവശ്യമുള്ളതാണ്. പക്ഷേ പുരുഷന് അതൊരുപാട് ആവശ്യമുള്ളതാണ്. സ്ത്രീക്കും ആവശ്യമുണ്ടെങ്കിലും പുരുഷനെ പോലെ ആവശ്യമുള്ളതല്ല. സ്ത്രീയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലൈംഗികമായ തൃഷ്ണയുണ്ടാക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണും പുരുഷൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൻ്റെയും അളവുകളുടെ വ്യത്യാസമെടുത്താൽ പുരുഷ ശരീരത്തിൽ ഏകദേശം 20 ഇരട്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. അവിടെ പുരുഷന്
ലൈംഗികതയെ ഒഴിവാക്കി നിന്നുകൊണ്ടുള്ളൊരു ചിന്തയില്ല, പുരുഷന് ലൈംഗികതയെ ഒഴിവാക്കി നിന്നുകൊണ്ടുള്ളൊരു വ്യക്തിത്വമില്ല. ഞാൻ ബയോളജിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. അതേസമയം സംസ്കാരത്തിൽ, കുടുംബത്തിൽ പല അവസരങ്ങളിലും ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് മറ്റൊരു വശം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ സൂചിപ്പിക്കുന്നത്, ആ കുടുംബത്തിൽ നിന്ന് അത് അവൻ ആവശ്യത്തിന് ലഭിക്കണം. മറ്റ് ജീവജാലങ്ങളിൽ എന്താണ് വ്യത്യാസം? മറ്റ് ജീവജാലങ്ങളിൽ ആ ജീവജാലങ്ങളിലെ പെണ്ണ് അതിൻ്റെ ലൈംഗികതയുടെ ആകെയുള്ള ലക്ഷ്യം എന്താണ്? കേവലം പ്രത്യുൽപാദനമാണ്, അടുത്ത തലമുറയുടെ നിലനിൽപ്പാണ്. അടുത്ത തലമുറയുണ്ടാവുക എന്നത് മാത്രമാണ് അവയുടെ പ്രത്യുൽപാദന, അവയുടെ ലൈംഗികതയുടെ, സെക്സിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, ജീവികളിൽ നമുക്ക് പരിചയമുള്ള ജീവികൾ നിങ്ങൾ പരിശോധിക്കുക. നമ്മൾ വീടുകളിൽ വളർത്തുന്ന ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് വിളിക്കുന്ന ജീവികൾ, അത് പശുവാണെങ്കിലും ആടാണെങ്കിലും പൂച്ചയാണെങ്കിലും ഇനി പട്ടിയാണെങ്കിലും എല്ലാം നമ്മളെടുത്താൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആ ജീവികളിലെ പെൺജീവികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതിൻ്റെ ഓവുലേഷൻ്റെ സമയത്ത് മാത്രമാണ്. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടോൽപാദനത്തിൻ്റെ സന്ദർഭത്തിൽ. അണ്ടമുണ്ടെങ്കിൽ, ശരീരത്തിൽ അണ്ടമുണ്ടെങ്കിലേ ജീവി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൂ. ആ അണ്ടോൽപാദനത്തിൻ്റെ സമയത്ത് ആ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ജീവിക്ക് മനസ്സിലാകും. ആ ജീവിയിൽ ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫെറോമോണുകൾ എന്ന ഹോർമോൺ അത് മണക്കുമ്പോൾ മറ്റേ ജീവിക്കും, ആൺജീവിക്കും അത് മനസ്സിലാകും. ആ സമയത്ത് ആൺജീവി പെൺജീവിയുമായി ഇണചേരും. ആ സമയത്ത് നമ്മൾ നാടന്മാർ പറയും, ജീവിക്ക് ചൂട് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയും. കാരണം ആ സമയത്താണ് ഓവുലേഷൻ നടക്കുന്നത്. ആ സമയത്ത് ബന്ധപ്പെട്ടാലാണ് കുഞ്ഞുണ്ടാവുക. പെൺജീവി ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നീട് ശാരീരിക ബന്ധമില്ല. ശാരീരിക ബന്ധമില്ലാത്തത് സെക്സിൻ്റെ, ലൈംഗികതയുടെ ലക്ഷ്യമായ പ്രത്യുൽപാദനം അവളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു ബന്ധത്തിന് പ്രസക്തിയില്ല. മനുഷ്യൻ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഏത് സമയത്തും ലൈംഗികതക്ക് അവർ സജ്ജമാണ്. മനുഷ്യജീവിയുടെ, പെൺജീവിയുടെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിവരവുമില്ലാത്ത കാര്യമാണ് അവളുടെ ഓവുലേഷൻ എന്നത്. മറ്റ് ജീവികൾക്ക് ഞാൻ പറഞ്ഞു, അവരുടെ ഓവുലേഷൻ അവർക്കറിയാം, മറ്റ് അതിൻ്റെ എതിർലിംഗത്തിലുള്ളവർക്കും ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മനുഷ്യജീവിക്ക്, പെൺജീവിക്ക് തന്നെ അവളുടെ ശരീരത്തിൽ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അറിയുക ദുഷ്കരമാണ്. ചിലപ്പോൾ ഒരുപാട് പരിശ്രമിച്ചാൽ, അവളുടെ ശരീരത്തെ പരിശോധനാ വിധേയമാക്കിയാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ സാധാരണഗതിയിൽ മനസ്സിലാവില്ല. അവളുടെ ശരീരത്തിൻ്റെ ലൈംഗിക ക്ഷമതയാകട്ടെ ഏത് സമയത്തും അവൾ അതിന് സന്നദ്ധമാണ്, സജ്ജമാണ്. പ്രസവാനന്തരമുള്ള അല്പ സന്ദർഭങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ. ആർത്തവ സമയത്ത് രതി പാടില്ല എന്നത് മതനിയമമാണ്. എന്നാൽ ആ സമയത്ത് രതിക്ക് അവളുടെ ശരീരം സജ്ജമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഏത് സമയത്താണെങ്കിലും ശാരീരിക ബന്ധത്തിന് അവളുടെ ശരീരം സജ്ജമാണ് എന്ന്. അതുകൊണ്ട് തന്നെ പുരുഷന് എപ്പോഴും ആവശ്യമുള്ള രതി, സെക്സ്, അത് നൽകുവാൻ സജ്ജമായ രൂപത്തിലാണ് പെൺശരീരമുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. കുടുംബമുണ്ടാകുമ്പോൾ, അവൻ്റെ പെണ്ണുണ്ടാകുമ്പോൾ, അവൻ്റെ മക്കളുണ്ടാകുമ്പോൾ അവനാവശ്യമായ സെക്സ്, ലൈംഗികത, അവനെപ്പോഴും ആവശ്യമായ ലൈംഗികത നൽകുന്ന ഒരു കൃത്യമായ സംവിധാനം ഉണ്ടാകുമ്പോൾ, ആ സംവിധാനത്തിൽ കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനും അവൻ്റെ പെണ്ണും അവൻ്റെ മക്കളും ഒരുമിച്ച് ചേരുമ്പോൾ ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ കുടുംബം എന്ന ചെറിയ യൂണിറ്റായിത്തീരുന്നത്. ഈ കുടുംബം എന്ന ചെറിയ യൂണിറ്റിലുള്ളതാണ് പുരുഷനാണെങ്കിലും പെണ്ണാണെങ്കിലും. കുടുംബം എന്ന യൂണിറ്റില്ലെങ്കിൽ പുരുഷനും പെണ്ണിനും ഒന്നും സമത്വമോ അസമത്വമോ ഇല്ല, വേർപാട് ഒന്നും തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഈ കുടുംബം എന്ന യൂണിറ്റ് നിലനിൽക്കേണ്ടത് ഒന്നാമത്തെ ആവശ്യം കുഞ്ഞുങ്ങൾക്കാണ്. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് അഥവാ അടുത്ത തലമുറക്കാണ്. അടുത്ത തലമുറക്ക് വൈകാരികമായ ആരോഗ്യമുണ്ടാകണമെങ്കിൽ, അടുത്ത തലമുറക്ക് നല്ല രൂപത്തിലുള്ള നിലനിൽപ്പുണ്ടാകണമെങ്കിൽ കുടുംബമുണ്ടായേ തീരൂ. രണ്ടാമത്തെ ആവശ്യം സ്ത്രീക്കാണ്. എന്തുകൊണ്ടെന്നാൽ സ്ത്രീക്ക് അവളുടെ
ഈ പറഞ്ഞ അവളുടെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്ന, അവളിൽ നിന്ന് പുറത്തുപോയ കുഞ്ഞിനെ ഒഴിവാക്കിക്കൊണ്ട് അവൾക്ക് ചിന്തിക്കാൻ കഴിയില്ല സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെ കുഞ്ഞ് അവളുടേതാണ്, ഏതവസ്ഥയിലാണെങ്കിലും അവളുടേതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ പോറ്റുക എന്ന ഉത്തരവാദിത്വം അവൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ആ പോറ്റുന്ന സന്ദർഭത്തിൽ അവൾക്ക് യാതൊരു സംരക്ഷണവും ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. കുടുംബം ഇല്ല എങ്കിൽ പ്രാകൃത കമ്മ്യൂണിസത്തിൻ്റെ അവസ്ഥയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പുരുഷൻ്റെ പണി എന്ന് പറയുന്നത് കേവലം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കൽ മാത്രമാകും. അവനെല്ലായിടത്തും രതി, എപ്പോഴും രതി, ഏത് സമയത്തും രതി. അവൻ്റെ ശരീരം ആ രൂപത്തിലുള്ളത്. പെണ്ണിനാണെങ്കിലോ പെണ്ണിന് എപ്പോഴും രതി കഴിയില്ല. അവൾക്ക് സ്വാഭാവികമായും ശാരീരികമായി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ, കുഞ്ഞുണ്ടാകുമ്പോൾ, ഗർഭധാരണം ഉണ്ടാകുമ്പോൾ ഈ സന്ദർഭത്തിലൊന്നും അവളെ സപ്പോർട്ട് ചെയ്യാൻ, അവൾക്ക് താങ്ങായി നിൽക്കാൻ ആരും ഉണ്ടാവില്ല. ഇതാണ് ഉണ്ടാവുക. അവിടെ ആർക്കാണ് സുഖവും സൗകര്യവും? പുരുഷനാണ് സുഖവും സൗകര്യവും. എല്ലാ ദുഃഖവും, എല്ലാ പ്രയാസവും, എല്ലാ പീഡനവും, എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടത് പെണ്ണായിത്തീരും. രണ്ടാമത്തെ, കുടുംബമെന്ന സ്ഥാപനത്തിൻ്റെ ഗുണഭോക്താവ് സ്ത്രീയാണ്. കുടുംബം നിലനിന്നിട്ടില്ലെങ്കിൽ അതിന് നഷ്ടം പ്രധാനമായും കുഞ്ഞുങ്ങൾക്കാണ്, രണ്ടാമത്തേത് സ്ത്രീകൾക്കാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായും പുരുഷൻ അതിൻ്റേതായ നഷ്ടമുണ്ട്, അത് മറ്റൊരു വശമാണ്, തീർച്ചയായും ഉണ്ട്. അപ്പോൾ കുടുംബമെന്ന സ്ഥാപനം ഉണ്ടാകണം, കുടുംബമെന്ന സ്ഥാപനം നിലനിൽക്കണം. സമൂഹത്തിന് അത് ആവശ്യമാണ്. സമൂഹത്തിൽ വൈകാരികമായ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകാൻ, അടുത്ത തലമുറ നല്ല രൂപത്തിലുണ്ടാകാൻ കുടുംബം വേണം. ആ കുടുംബത്തിലെ രണ്ട് കൂട്ടരാണ് പ്രധാനികളാണ് സ്ത്രീയും പുരുഷനും. ആ കുടുംബത്തിലെ പ്രധാനികളായ സ്ത്രീയും പുരുഷനും ഉണ്ടാകുമ്പോൾ ആ പ്രധാനികളായ സ്ത്രീയും പുരുഷനും നിലനിൽക്കേണ്ടതുണ്ട് കുടുംബത്തിൽ. അവർ തമ്മിൽ പാരസ്പര്യം ഉണ്ടാകേണ്ടതുണ്ട്, മ്യൂച്വാലിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. അവർക്ക് രണ്ടു കൂട്ടർക്കും സംതൃപ്തി ഉണ്ടാകേണ്ടതുണ്ട്, അവർക്ക് രണ്ടു കൂട്ടർക്കും സമാധാനം ഉണ്ടാകേണ്ടതുണ്ട്, അവർക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാകേണ്ടതുണ്ട്. അതിന് ചില നിയമങ്ങൾ അനിവാര്യമാണ് കുടുംബത്തിൻ്റെ നിലനിൽപ്പിന്. ഏത് സ്ഥാപനമാണെങ്കിലും നിയമം ഉണ്ടാകണം. നിയമമില്ല, എല്ലാവർക്കും ഇഷ്ടം പോലെ എന്നുള്ളതാണെങ്കിൽ ഒരു സ്ഥാപനവും നിലനിൽക്കില്ല. പലപ്പോഴും ആധുനിക കാലഘട്ടത്തിലെ ലിബറലിസത്തിൻ്റെ തത്വമായി പറയുക സ്വാതന്ത്ര്യവും സമത്വവുമാണ്. സ്വാതന്ത്ര്യം, സമത്വം നല്ല ആശയങ്ങളാണ്, പക്ഷേ അത് ചില വിലക്കുകൾ ആവശ്യമുണ്ട്. ഇസ്ലാം പറയുക സ്വാതന്ത്ര്യവും സമത്വവും വേണം, പക്ഷേ നീതിയിൽ അധിഷ്ഠിതമാകണമെന്നാണ്. ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മൂല്യമുണ്ടെങ്കിൽ ആ മൂല്യത്തെ ഇസ്ലാം വിളിക്കുക നീതി എന്നാണ്. നീതിയിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യമാകണം, നീതിയിൽ അധിഷ്ഠിതമായ സമത്വമാകണം. സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാവർക്കുമെങ്കിൽ ഇത്തരമൊരു പ്രോഗ്രാം പോലും നടക്കില്ല. കാരണം എല്ലാവരും സ്വതന്ത്രരാണ്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എല്ലാവരും ഒച്ചപ്പാടുണ്ടാക്കുന്നു. അത് നടക്കുമോ ഈ പരിപാടി? എല്ലാവർക്കും സമത്വമാണെങ്കിൽ ഈ പരിപാടി നടക്കുമോ? ഇല്ല. എനിക്ക് ഇവിടെ കുറച്ചൊരു അവകാശമുണ്ട്. എന്താണ് അവകാശം? എനിക്ക് സംസാരിക്കുവാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ കേൾക്കേണ്ടവരാണ്, അവിടെ സമത്വമില്ല. നിങ്ങൾ കേൾക്കേണ്ടവരാണ്, ഞാൻ പറയേണ്ടയാളാണ്. നിങ്ങൾക്ക് പറയേണ്ട സമയം ഇവിടെ നിന്ന് നിശ്ചയിക്കപ്പെടും, അപ്പോൾ നിങ്ങൾ പറയും. ഇതല്ല എങ്കിൽ എന്താണ്? എല്ലാവരും പ്രസംഗിക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാം ഉണ്ടാവില്ല, സ്വാഭാവികം. ഇങ്ങനെയാണെല്ലാം. സമത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയ നല്ല മൂല്യങ്ങൾ, ആ നല്ല മൂല്യങ്ങൾ ഉപകാരപ്രദമാകണമെങ്കിൽ നിയമമുണ്ടാകണം. ആ നിയമത്തിൻ്റെ അടിത്തറയാണ് നീതി എന്നത്. കുടുംബത്തിലും എല്ലാ അർത്ഥത്തിലുമുള്ള സമത്വവും സ്വാതന്ത്ര്യവും ഉണ്ടാവുക സാധ്യമല്ല. ഉണ്ടെങ്കിൽ അവിടെ നീതി നിലനിൽക്കുകയുമില്ല. എല്ലാ അർത്ഥത്തിലുമുള്ള സമത്വവും സ്വാതന്ത്ര്യവും ഇല്ലാത്ത, എന്നാൽ എല്ലാവർക്കും സംതൃപ്തി ലഭിക്കുന്ന ഒരു കുടുംബ സംവിധാനമാകുമ്പോഴാണ് അത് അടുത്ത തലമുറക്ക്, നല്ല തലമുറക്ക് നിമിത്തമാവുക. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാവുക. ഇസ്ലാമിലെ കുടുംബ നിയമങ്ങളുടെ മുഴുവനും അടിത്തറ ഈ നീതിയാണ്. അവിടെ പെണ്ണിനെയും പുരുഷനെയും പരിഗണിക്കുന്നത് അവർ ഒരേ രൂപത്തിലുള്ള ആളുകളാണ് എന്നല്ല, മറിച്ച് പാരസ്പര്യത്തോടുകൂടി നിലനിൽക്കേണ്ട രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് എന്ന് തന്നെയാണ്.
രണ്ടു കൂട്ടർക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നില്ല. രണ്ടു കൂട്ടർക്കും സമത്വവുമില്ല. സമത്വമില്ല എന്ന് പറയുമ്പോൾ പുരുഷനേക്കാൾ മുകളിലാണ് സ്ത്രീയെന്നോ സ്ത്രീയേക്കാൾ മുകളിലാണ് പുരുഷനെന്നോ ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നല്ല അതിൻ്റെ അർത്ഥം. സ്ത്രീക്ക് അവളുടെ നിലകളിൽ ഉയർച്ചയുള്ള സന്ദർഭങ്ങളുണ്ട്, പുരുഷന് അവൻ്റെ നിലകളിൽ ഉയർച്ചയുള്ള സന്ദർഭങ്ങളുണ്ട്, ഉത്തരവാദിത്വങ്ങളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച്. ഓരോ രംഗത്തും അങ്ങനെയാണ് ഇസ്ലാമിക നിയമങ്ങൾ. കുടുംബത്തിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുടെ സന്ധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈകാരികമായി കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട കുഞ്ഞുങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം സ്ത്രീയിലാണ്. അവൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ സന്നദ്ധമാകണം. അവിടെ പുരുഷൻ ആ കുടുംബത്തെ മേൽനോട്ടം പുരുഷനാണ്. എന്തുകൊണ്ടെന്നാൽ അവനാണ് ആ കുടുംബത്തെ നിലനിർത്തുവാൻ ആവശ്യമായ സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കേണ്ടത്. ഇസ്ലാമിക നിയമങ്ങളുടെ മുഴുവനും അടിത്തറ എങ്ങനെയാണ്? അവിടെ ഓരോ നിയമങ്ങളിലും ഇസ്ലാം സ്ത്രീയെയും പുരുഷനെയും കാണുന്നത് ഇങ്ങനെയാണ്. പുരുഷൻ കുടുംബം എന്നുള്ള ഒരു യൂണിറ്റിൽ, ഒരു സ്ഥാപനത്തിൽ അതിനെ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം, അതിന് ഭൗതികമായ സകല സാഹചര്യങ്ങളും നൽകി നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം പുരുഷനിൽ പൂർണ്ണമായി നൽകുകയും സ്ത്രീയുടെ വൈകാരികമായ രംഗങ്ങളിലെല്ലാം, പ്രയാസമുള്ള രംഗങ്ങളിലെല്ലാം, പ്രത്യേകിച്ചും അടുത്ത തലമുറയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളിലും അവിടെ പുരുഷൻ്റെ മേൽനോട്ടം ഉണ്ടാകണമെന്നും പുരുഷൻ്റെ സഹായം ഉണ്ടാകണമെന്നും പുരുഷൻ്റെ സപ്പോർട്ട് ഉണ്ടാകണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അവിടെ ഓരോ രംഗത്തും ഓരോരുത്തർക്കും അവകാശങ്ങളുണ്ട്, അതോടൊപ്പം ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഉത്തരവാദിത്തങ്ങൾ എത്ര കൂടുതലാണോ അതിനനുസരിച്ച് അവകാശങ്ങളും കൂടുതലായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ എത്ര കുറവാണോ അതിനനുസരിച്ച് അവകാശങ്ങളും കുറവായിരിക്കും. ഇങ്ങനെയാണ് ഇസ്ലാമിലെ നിയമങ്ങളുടെ മുഴുവനും തലമുള്ളത്. ഏത് നിയമം എടുത്താലും അങ്ങനെയാണ്. അവിടെ ആ രണ്ടു കൂട്ടരും ഒരുമിച്ച് ആത്മീയമായൊരു യാത്രയിലാണ് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ. രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം എന്താണ്? പടച്ചവൻ്റെ തൃപ്തിയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുരുഷനും സ്ത്രീയും ഒരു കുടുംബത്തിലെത്തി മക്കളുടെ കാര്യങ്ങളും നോക്കി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലക്ഷ്യമെന്താണ്? അവൻ്റെയും അവളുടെയും ആത്യന്തിക ലക്ഷ്യം മരണാനന്തര ജീവിതത്തിൽ ഉള്ള സ്വർഗപ്രവേശമാണ്. അതോടൊപ്പം തന്നെ ആ സ്വർഗപ്രവേശം ലഭിക്കണമെങ്കിൽ പടച്ചവൻ്റെ തൃപ്തി നേടിയെടുക്കലാണ്. ആ തൃപ്തി നേടിയെടുക്കുന്ന രംഗത്ത്, ആ സ്വർഗപ്രവേശത്തിൻ്റെ രംഗത്ത് ആണും പെണ്ണും ഒരേപോലെയാണ്. വമൻ യഅമൽ മിനസ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിനുൻ വലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് സ്വർഗപ്രവേശമുണ്ട്. അവിടെ അവർക്ക് യാതൊരു രൂപത്തിലുമുള്ള ഒരു ചെറിയ തുരുമ്പ് പോലും അനീതി ഉണ്ടാവില്ല. വലാ യുദ്ലമൂന നഖീറ, ഒരല്പമെങ്കിലും, ഒരു ചെറിയ അളവിലെങ്കിലും ഒരു അനീതി, നീ പെണ്ണാണ് അതുകൊണ്ട് ഇങ്ങനെ, നീ പുരുഷനാണ് അതുകൊണ്ട് ഇങ്ങനെ ഇല്ല. അവിടെ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ രണ്ടു കൂട്ടരും തുല്യരാണ്. അവകാശങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായും ഞാൻ പറഞ്ഞു, അവകാശങ്ങൾ പെണ്ണിന് അവകാശങ്ങൾ, ഓരോ രംഗത്തുമുള്ള അവകാശങ്ങൾ എണ്ണി പറഞ്ഞ ആദർശമാണ് ഇസ്ലാം. പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെ. അവിടെ പെണ്ണ് പ്രത്യേകമായും പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള വൈകാരിക മനസ്സുള്ളവൾ എന്നുള്ള നിലക്ക് അവിടെ അവളുടെ സംരക്ഷണം പ്രത്യേകമായി സൂക്ഷിച്ചു കൊണ്ടുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. പെണ്ണിന് ഗർഭാശയത്തിൽ ഉരുവം കൊള്ളുവാനുള്ള അവകാശം മുതൽ ഇസ്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഗർഭാശയങ്ങളിൽ ഉരുവം കൊള്ളുവാനുള്ള അവകാശം എന്ന് ഇന്ന് ഈ വേദിയിൽ വെച്ച് പറയുമ്പോൾ അത് പ്രസക്തമാണ്. ലോകത്ത് ഇന്നും ഏറ്റവും അധികം വലിയ കൊലപാതകം നടക്കുന്നത് ഗർഭാശയങ്ങൾക്കകത്താണ്. നിങ്ങൾക്കറിയാം, ആണിനെയും കുഞ്ഞിനെയും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സ്കാനിങ് സെൻ്ററുകൾക്ക് പുറത്ത് ലിംഗം മനസ്സിലാക്കുവാനുള്ള മാർഗം ഇവിടെ ഇല്ല എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്?
ലിംഗം മനസ്സിലാക്കുന്നത് ഗർഭാശയത്തിലുള്ള കുഞ്ഞാണോ പെണ്ണോ എന്ന് മനസ്സിലാക്കുന്നത്, ആ മനസ്സിലാക്കൽ ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. ഇന്നെന്തുകൊണ്ടാണത് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഇത് പരിശോധിക്കുന്ന ഡോക്ടറോട് അത് ചെയ്യാൻ പാടില്ല എന്ന് സർക്കാരിന്, നിയമത്തിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പെണ്ണാണെങ്കിൽ അവൾ ജീവിക്കാൻ അർഹതയില്ലാത്തവളാണ് എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഭ്രൂണഹത്യകൾ പെണ്ണാണെങ്കിൽ നീ ജനിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ മാത്രം ക്രൂരം. അപ്പം അവിടെ നിന്ന് തുടങ്ങുന്നു. അവിടെ നിന്ന് ഇങ്ങനെ പോയി ഓരോ രംഗത്തും അതെ, മാതാക്കളെ കേവലം ക്ഷേത്ര നടകളിൽ നടയിരുത്തി നടന്നു പോകുന്ന മനുഷ്യർ ഇതുവരെ എത്തുന്നതാണ് ആ തലം. ഓരോന്നും അല്ലേ, ഞാൻ ഓരോന്നും എടുത്തു പറയേണ്ടതില്ല, മണിക്കൂറുകൾ എടുക്കും. വിവാഹമോചനം പോലും നിഷേധിക്കപ്പെട്ട് അടുക്കളകളിൽ കത്തിക്കപ്പെടുന്ന സ്ത്രീത്വം അല്ലേ, എന്തൊക്കെ എവിടെയൊക്കെ. ഇതെല്ലാം ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെയെല്ലാം ഇസ്ലാമിന് സ്ത്രീക്കും പുരുഷനും കൃത്യമായ നിയമങ്ങൾ. ആ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കരുത് സമത്വമല്ല, രണ്ടുപേരുടെയും സ്വാതന്ത്ര്യവുമല്ല. രണ്ടുപേർക്കും അസ്വാതന്ത്ര്യമുണ്ട്, രണ്ടുപേർക്കും സ്വാതന്ത്ര്യമുണ്ട്. രണ്ടുപേർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. ഇതെല്ലാം പരിശോധിച്ചാൽ രണ്ടു കൂട്ടരുടെയും സംതൃപ്തമായ ജീവിതം, രണ്ടു കൂട്ടർക്കും ശാന്തമായ ജീവിതം, രണ്ടു കൂട്ടർക്കും സമാധാനപൂർണമായ ജീവിതം, രണ്ടു കൂട്ടരും ആ സ്നേഹത്തോടു കൂടി ഒരുമിച്ച് ചേരൽ. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതുൻ ലിഖൗമി യതഫക്കറൂൻ. അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടൊരു ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത്. ആ ഇണകൾ നിങ്ങളിൽ നിന്ന് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ 6495 സസ്തനികൾക്കും അവയിൽ നിന്ന് തന്നെയാണ് ഇണകൾ. പക്ഷേ അവയുടെ എല്ലാം ഇണചേരൽ ലിത്തസ്കുനു ഇലൈഹയല്ല, അവർക്ക് ഇണചേരൽ കേവലം പ്രത്യുൽപാദനത്തിനാണ്. മനുഷ്യനിലാകട്ടെ ഇണചേരൽ സംതൃപ്തിക്കാണ്, സമാധാനത്തിനാണ്, സ്നേഹകാരുണ്യങ്ങളുടെ പങ്കുവെക്കലിനാണ്. ആ സ്നേഹകാരുണ്യം ഉണ്ടാകണമെങ്കിൽ, സമാധാനമുണ്ടാകണമെങ്കിൽ, സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ, രണ്ട് കൂട്ടർക്കും തൃപ്തമായ ജീവിതം ഉണ്ടാകണമെങ്കിൽ നിയമങ്ങൾ വേണം. ആ നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങൾ. അതിൽ ലിംഗ സമത്വമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നേരത്തെ പറഞ്ഞാൽ ലിംഗ നീതിയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ഉത്തരം പറയുക. ലിംഗ സമത്വമല്ല എന്ന് പറഞ്ഞാൽ പുരുഷന് പെണ്ണിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ട് എന്നോ, പെണ്ണിന് പുരുഷനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ട് എന്നോ അല്ല. ഒരിക്കലും സമമാക്കാൻ കഴിയാത്ത ഒന്നിനെ സമമാക്കുക എന്ന ഉട്ടോപ്യൻ ആശയത്തിന് പകരം ഓരോരുത്തരും എന്താണോ ഉള്ളത്, ഓരോരുത്തരുടെയും എന്താണോ ഉത്തരവാദിത്വം, ഓരോരുത്തരുടെയും എന്താണോ സാധ്യതകൾ, ആ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി അവർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോവുകയും കുടുംബം തകരാതെ നിലനിൽക്കുകയും ആ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന സന്തതികൾ അവക്ക് ശാരീരികവും വൈകാരികവും ബുദ്ധിപരവും എല്ലാമായ ആരോഗ്യമുള്ളവരായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് നിയമങ്ങളുടെ ലക്ഷ്യം. അതാണ് ഇസ്ലാമിലെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ലിംഗസമത്വം ഇസ്ലാമിൽ ഇസ്ലാമിക ദർശനം എന്ന വിഷയത്തെ